UAE വർഷങ്ങൾക്ക് മുൻപ് നടപ്പാക്കിയ ഗോൾഡൻ വിസ മൂലം നിരവധി പ്രമുഖരാണ് ഈ വിസ സ്വന്തമാക്കി UAEയിലേക്ക് എത്തിയത്. 10 വർഷം താമസിക്കാൻ അനുമതി നൽകുന്നതാണ് UAEയുടെ ഗോൾഡൻ വിസ. അതേസമയം അമേരിക്കയും സമാനമായ വിസ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് ആയതോടെ EB-5 ഇൻവെസ്റ്റർ വിസയിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയാണ് പ്രഖ്യാപനം. UAEയുടെ ഗോൾഡൻ വിസയും അമേരിക്കയുടെ ഗോൾഡൻ വിസയും തമ്മിൽ താരതമ്യം ചെയ്താൽ UAEയുടേത് ഒരുപടി മുന്നിലാണ് എന്ന് വ്യക്തമാകും. അതേസമയം അമേരിക്കയിലെ ജീവിതം വ്യവസായികൾക്കും നിക്ഷേപകർക്കും ഒരു വലിയ സാധ്യതകളുടെ ലോകമാണ് തുറക്കുന്നത്. UAEയും ഇക്കാര്യത്തിൽ മോശമല്ല എന്ന് അടുത്ത കാലത്ത് തെളിയിച്ചിട്ടുണ്ട്. നിക്ഷേപകർ, വിദഗ്ധർ, കണ്ടന്റ് ക്രിയേറ്റർ, റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങി നിരവധി രംഗങ്ങളിൽ തിളങ്ങിയവർക്കാണ് UAE ഗോൾഡൻ വിസ നൽകുന്നത്. സ്പോൺസറുടെ ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. താമസം, ജോലി, പഠനം തുടങ്ങി ഏത് കാര്യങ്ങൾക്കും UAEയിലെ 7 എമിറേറ്റുകളിലും ഇതുവഴി പോകാൻ സാധിക്കും. ട്രംപിന്റെ ഇൻവെസ്റ്റർ വിസ കിട്ടണമെങ്കിൽ അമേരിക്കയിൽ $8 ലക്ഷം നിക്ഷേപിക്കണം. സർക്കാർ നിർദ്ദേശിച്ച മേഖലയിലായിരിക്കണം നിക്ഷേപം. ഇനി മറ്റെവിടെയെങ്കിലുമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ $10.5 ലക്ഷം ആയിരിക്കണം. മാത്രമല്ല, നിക്ഷേപം വഴി നേരിട്ടോ അല്ലാതെയോ കുറഞ്ഞത് 10 പേർക്ക് ജോലി അവസരം ഉണ്ടാകുകയും വേണം. അതേസമയം UAE ഗോൾഡൻ വിസ ലഭിക്കാൻ 5.45 ലക്ഷം നിക്ഷേപിച്ചാൽ മതിയാകും. ഒന്നിലധികം പേർ ചേർന്ന് റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്താം, നിർമ്മാണത്തിലുള്ള വസ്തു വാങ്ങാം തുടങ്ങി ഏത് തരം നിക്ഷേപവുമാകാം. ദുബായ് റെസ്റ്റ് ആപ്പ് വഴി 1 മാസത്തിനകം ഗോൾഡൻ വിസ ലഭിക്കും. നടപടികൾ വേഗത്തിൽ നടക്കുമെന്നതാണ് UAEയിലെ പ്രത്യേകത. എന്നാൽ അമേരിക്കയിലെ ദീർഘകാല വിസ കിട്ടാൻ ഏറെ സമയമെടുക്കും. കാരണം നിരവധി നടപടിക്രമങ്ങളുണ്ട്. വ്യക്തിഗത ആദായ നികുതി ഇല്ല UAEയിൽ. വ്യക്തിഗത ആദായ നികുതി ഇല്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. സുരക്ഷിത നഗരമായി ലോകം കാണുന്ന ദുബായ് ഉൾപ്പെടെ കൂടുതൽ പേരെ ആകർഷിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും നേരിട്ട് വിമാനമുണ്ട് എന്നത് UAEയുടെ മറ്റൊരു പ്രത്യേകതയാണ്. അതേസമയം അമേരിക്കയിലാണെങ്കിൽ നികുതിയുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ള വരുമാനത്തിനും നികുതി കൊടുക്കണം. എന്നാൽ ഗ്രീൻ കാർഡ് ലഭിക്കുന്നതോടെ പൗരത്വം കിട്ടാനും മികച്ച പഠന സൗകര്യത്തിനും അമേരിക്കയിൽ അവസരമുണ്ട്. UAEയുടെ ഗോൾഡൻ വിസ അനുവദിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം നോക്കാറില്ല. അമേരിക്കയിൽ മറിച്ചാണ് കാര്യം. UAE ഗോൾഡൻ വിസ ലഭിച്ചവർക്ക് പങ്കാളി, മക്കൾ, വീട്ടുജോലിക്കാർ എന്നിവരെ സ്പോൺസർ ചെയ്യാം. വിദേശത്ത് താമസിച്ചാലും വിസ നിലനിൽക്കും. എന്നാൽ ഏറെക്കാലം വിദേശത്ത് താമസിച്ചാൽ അമേരിക്കയിൽ റീ എൻട്രി പ്രയാസകരമാകും. അതായത് UAEയിൽ സ്വാതന്ത്ര്യം കൂടുതലും നിയന്ത്രണം കുറവുമാണ്. സമാനമായ ദീർഘകാല വിസ ഒമാനും തയ്യാറാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയും വിദഗ്ധരെ ആകർഷിക്കാൻ ദീർഘകാല വിസ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു രാജ്യം കൂടി ഈ ഗണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമാണ് ഈ വിസ അനുവദിക്കുന്നത്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 10 വർഷത്തേക്കുള്ള വിസയാണ് വിയറ്റ്നാം ആരംഭിച്ചിരിക്കുന്നത്. വിദേശ നിക്ഷേപകർ, വിദഗ്ധ തൊഴിലാളികൾ, സംരംഭകർ, വിനോദസഞ്ചാരികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് വിയറ്റ്നാമിന്റെ നടപടി. വിയറ്റ്നാം പൗരന്മാർക്ക് ലഭിക്കുന്ന ഏതാണ്ട് എല്ലാ സൗകര്യങ്ങളും ഗോൾഡൻ വിസയിൽ എത്തുന്ന വിദേശികൾക്കും ലഭിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. IT, ടെക്സ്റ്റൈൽസ്, പുനരുപയോഗ ഊർജം തുടങ്ങി വിവിധ രംഗങ്ങളിൽ സംരംഭമുള്ളവർക്കും ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടാതെ വിയറ്റ്നാമിന്റെ എംബസിയിൽ നേരിട്ട് പോകേണ്ട ആവശ്യവുമില്ല. ഇൻവെസ്റ്റർ വിസ, പ്രൊഫഷണൽ വിസ തുടങ്ങി വിവിധ കാറ്റഗറിയിലുള്ള വിസകൾ വിയറ്റ്നാമിൽ ലഭ്യമാണ്. വിയറ്റ്നാമിലെ കോളേജുകൾ, ആശുപത്രികൾ എന്നിവയെല്ലാം തന്നെ ഗോൾഡൻ വിസ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ചില മാനദണ്ഡങ്ങൾ പാലിച്ചാൽ സ്ഥിര താമസത്തിനുള്ള അനുമതി ലഭിക്കും. അപേക്ഷകർക്ക് പാസ്പോർട്ട് ആവശ്യമാണ്. കൂടാതെ സാമ്പത്തിക ഭദ്രതയും വേണം. യോഗ്യത തെളിയിക്കുന്ന രേഖ, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും വേണം. കൂടാതെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകാനും പാടില്ല. വിസ ലഭിച്ചാൽ പങ്കാളിയെയും മക്കളെയും ഉൾപ്പെടുത്താനുള്ള അനുമതി ലഭിക്കും. ഹനോയി, ഹുചിമിൻ സിറ്റി തുടങ്ങി വിയറ്റ്നാമിലെ പ്രധാന നഗരങ്ങളെല്ലാം പുതിയ വിസ നടപടികൾക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിസ സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ടൂറിസവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിയറ്റ്നാം ഭരണകൂടം പുതിയ വിസയ്ക്ക് തുടക്കമിടുന്നത്. വിദേശത്ത് നിന്ന് സമ്പന്നർ എത്തുന്നതോടെ കൂടുതൽ ഫണ്ട് രാജ്യത്തേക്ക് ഒഴുകുമെന്നും തൊഴിലവസരം വിപുലമാകുമെന്നും അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഇത്തരം ദീർഘകാല വിസകൾ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്.
സാമ്പത്തിക ഭദ്രത ശക്തമാക്കുകയാണ് എല്ലാവരുടെ ലക്ഷ്യം. ചില രാജ്യങ്ങൾ നിശ്ചിത കാലത്തേക്ക് മാത്രമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വിസ ഇളവുകൾ പ്രഖ്യാപിക്കാറുണ്ട്. തായ്ലാന്റ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെ ഇന്ത്യക്കാർക്ക് ഇളവ് പ്രഖ്യാപിച്ചിരുന്നു.